തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ത്രിപുരയിൽ നിന്നെത്തിയ ഈ അമ്മയ്ക്കും മകൾക്കും എന്താണ് റോൾ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു മറുപടിയുണ്ട്. ഇവർ വന്നത് ത്രിപുരയിലെ ഒരു പാർട്ടി രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുമാണ്. ഈ അമ്മയും മകളും മാത്രമാണ് ആ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക അംഗങ്ങൾ. അതെ, സ്വാതന്ത്ര്യദിന ചടങ്ങ് കഴിഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഒരു 9 വയസ്സുകാരി സുന്ദരി ഇതാ കടന്നു വരുന്നു. ത്രിപുരയിലെ പാർട്ടി രക്തസാക്ഷി കുടുംബത്തിലെ മകളാണെന്ന് ഒപ്പമുണ്ടായിരുന്ന CPI നേതാവ് IP ബിനോ മുഖ്യമന്ത്രിയെ നേരത്തെ തന്നെ ധരിപ്പിച്ചിരുന്നു. ഇതോടെ മുഖ്യമന്ത്രി കുഞ്ഞിൻ്റെ അടുത്തേക്കെത്തി. ഒരൊറ്റ ചോദ്യം, ഹൗ ആർ യു എന്ന്. ഫൈൻ എന്ന് ഇംഗ്ലീഷിൽ തന്നെ വ്യക്തതയോടെ ആ കുട്ടി മറുപടി നൽകി. പേരെന്താണെന്ന് മുഖ്യമന്ത്രി വീണ്ടും ചോദിച്ചു. എസ്തർ എന്ന് മറുപടിയും വന്നു. ത്രിപുരയിൽ പഠിച്ചിരുന്നത് 4ാം ക്ലാസ്സിൽ. അച്ഛൻ CPM-ന് വേണ്ടി രക്തസാക്ഷിയാകേണ്ടി വന്നു. ഇതോടെ അമ്മയും മകളും ഒറ്റപ്പെട്ടു. ഈ കഥയറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ മനസ്സും തേങ്ങിക്കാണും. ഇതോടെ എസ്തറിനെ മനം കവർന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് എസ്തർ അപ്പോഴാണ് അറിഞ്ഞത്. അതറിഞ്ഞതോടെ അത്ഭുതവും ആരാധനയുമൊക്കെ ആ മുഖത്തു നിന്നും ഓടിയെത്തി. അമ്മ ജോയ്സിയും ഒപ്പമുണ്ടായിരുന്നു. ത്രിപുരയിൽ RSSകാർ കൊലപ്പെടുത്തിയതാണ് എസ്തറിന്റെ പിതാവിനെ. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷ്യം വഹിച്ച ഒരച്ഛൻ്റെ മകൾ. അമ്മയ്ക്കൊപ്പമാണ് എസ്തർ കേരളത്തിലേക്ക് എത്തിയത്. അമ്മ ജോയ്സിക്ക് കണ്ണു ചികിത്സയ്ക്കായി പാർട്ടി ഉത്തരവാദിത്തത്തിലാണ് ഇരുവരും തലസ്ഥാനത്തേക്ക് എത്തിയത്. ജോയ്സിയുടെ രോഗബാധ ഗുരുതരമായതിനാൽ ഇപ്പോൾ ചികിത്സ RCCയിൽ തുടരുകയാണ്. തൽക്കാലം താമസം EK നായനാർ ചാരിറ്റബിൾ ഹോമിൽ. മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ അത്ഭുതത്തിലും ആരാധനയിലുമായിരുന്നു ഏറെ നേരം എസ്തർ. മുഖ്യമന്ത്രി എസ്തറിനോടും അമ്മ ജോയ്സിയോടും കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ചറിഞ്ഞു. അമ്മ ജോയ്സിക്കും മുഖ്യമന്ത്രിയെ നേരിട്ട് മുന്നിൽ കണ്ട അപ്രതീക്ഷിതമായൊരു അനുഭവം. എന്തായാലും ത്രിപുരയിലെ പാർട്ടി സഖാക്കളാണ്. ഒരു സഖാവിൻ്റെ ഭാര്യയും മകളുമാണ്. ആ ഒരു പരിഗണന വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി അവർക്ക് നൽകുകയും ചെയ്തു. എസ്തറിനോട് അടുത്ത് സംസാരിക്കാനായി മുഖ്യമന്ത്രിക്ക് തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വഴിയൊരുക്കുകയും ചെയ്തു. കേരളം ഒരുപാട് ഇഷ്ടമായെന്ന് മുഖ്യമന്ത്രി പറയാനും എസ്തർ മറന്നില്ല. ഒടുവിൽ എസ്തറിന്റെ അഭിവാദ്യം സ്വീകരിച്ച് മുഖ്യമന്ത്രി മടങ്ങുകയും ചെയ്തു.